Question paper revision, chapter 6, work energy power, part 3. 2016 improvement 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ചാപ്റ്ററിൽ നിന്ന്. സ്റ്റേറ്റ് ദ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാൻ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ കെയർഫുള്ളി ബ്രിങ്സ് ഡൗൺ എ ഗ്ലാസ് ഓഫ് ഷീറ്റ് ഫ്രം എ ഹൈറ്റ് 2 meter ടു ദ ഗ്രൗണ്ട്. ദ വർക്ക് ഡൺ ബൈ ഹിം ഈസ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഗ്ലാസ് താഴത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചെയ്യപ്പെടുന്ന വർക്ക് നെഗറ്റീവ്, 0, പോസിറ്റീവ്, അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ അയാൾ പ്രയോഗിക്കുന്ന ഗ്ലാസിന്റെ മുകളിൽ അയാൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, മൂവ്മെന്റ് താഴത്തേക്കാണ്. അപ്പോൾ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ വർക്ക് ഡൺ എത്ര വരുന്നത്? നെഗറ്റീവ് ആണ്. ആൻസർ നെഗറ്റീവ്. അടുത്തത്, ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു kinetic energy during its free fall under gravity. പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളത്. അതിൻ്റെ നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഇനി ആ ഫിഗർ നമ്മൾ വരയ്ക്കുന്നു. എ ബി സി, എച്ച് ഹൈറ്റിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എക്സ് ആണ്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എച്ച് മൈനസ് എക്സ് ആണ്. ഇനി ഓരോ പോയിന്റിലും ടോട്ടൽ എനർജി നമ്മൾ കാണുന്നു. അറ്റ് എയിൽ നമ്മൾ നോക്കുക, ബോഡി അറ്റ് റെസ്റ്റ് ആണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. mv² ബിയുടെ വാല്യൂ 0, അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി 0 കിട്ടി. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ എയിൽ ടോട്ടൽ എനർജി mgh ആണ് വരുന്നത്. ഇനി അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തു ബിയിലെത്തി. അപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എക്സ് ആണ്. മറ്റ് ബിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇക്വേഷൻ എടുക്കുന്നു. v² is equal to u² plus 2as. ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ യുവിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ u 0 കൊടുത്തു. 2 into g into x. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ദൂരമാണ്. ഇപ്പോൾ 2gx കിട്ടി. ഇനി നമ്മൾ കൈനറ്റിക് എനർജി കാണുകയാണ്, ഹാഫ് mv² ആണ്. v² പകരം നമ്മൾ 2gx കൊടുക്കുന്നു. 2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക mgx ആണ്. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണുകയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? h മൈനസ് എക്സ്. mg ഇൻറ്റു h മൈനസ് എക്സ് mgh മൈനസ് mgx. ഇനി ടോട്ടൽ എനർജി ഇവിടെയും കാണുന്നു. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി നമുക്ക് കിട്ടിയതിൻ്റെ mgx ആണ്. പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് mgx ആണ്. വാല്യൂസ് കൊടുത്തു. മൈനസ് mgx പ്ലസ് mgx കട്ട് ചെയ്ത് പോകും. പിന്നെ ഉള്ളത് mgh ആണ്. അപ്പോൾ അറ്റ് ബിയിലും ടോട്ടൽ എനർജി mgh ആയി. നെറ്റ് സി നമ്മൾ v² is equal to u² plus 2as കൊടുക്കുന്നു. ഇവിടെ എസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരമാണ്. അതിന്റെ വാല്യൂ h ആണ്. യുവിന്റെ വാല്യൂ 0 ആണ്. നമുക്ക് v² is equal to 2gh കിട്ടി. അപ്പോൾ കൈനറ്റിക് എനർജി is equal to half m into v² പകരം 2gh കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് mgh കിട്ടി. ഇനി ഗ്രൗണ്ട് ലെവലിൽ വെലോസിറ്റി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ കൈനറ്റിക് ഗ്രൗണ്ട് ലെവലിലുള്ള ഹൈറ്റ് 0 ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി is equal to 0. Total energy is equal to kinetic energy plus potential energy is equal to mgh plus 0 is equal to mgh. അടുത്തത് 2016 മാർച്ച്. A force is required to lift a body from ground to a height h and work is measured as a product of force and magnitude of displacement. അപ്പോൾ വർക്ക് കണ്ടെത്താനുള്ള ഫോർമുലയൊക്കെ തന്നിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. Name the energy possessed by a body at maximum height. Write an equation for it. ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിയുടെ എനർജി ഏതാണ്? അതിന്റെ ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയാണ് ആൻസർ. അതിന്റെ ഇക്വേഷൻ അറിയാം, mgh ആണ്. അടുത്തത്, എ മാൻ ഓഫ് മാസ് 60 kilogram ക്യാരീസ് എ സ്റ്റോൺ ഓഫ് മാസ് 20 kilogram ടു ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 50 meter. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരാളുടെ മാസ് 60 kilogram ആണ്. അയാൾ ക്യാരി ചെയ്യുന്ന സ്റ്റോണിന്റെ മാസ് 20 kilogram ആണ്. അപ്പൊ ടോട്ടൽ മാസ് 80 kilogram ആയി. അയാൾ എന്ത് ചെയ്യുന്നു? എച്ച് എത്ര? 50 meter ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അയാളുടെ കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി സ്പെൻഡ് ബൈ ഹിം. അപ്പോൾ ടോട്ടൽ എനർജി എത്ര എന്നുള്ളതാണ്. ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ് അയാളെ കണ്ടത്, mgh. അപ്പോൾ m എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ആണ്. ടോട്ടൽ മാസ് എത്രയാണ്? ഇവിടെ 60 പ്ലസ് 20 ആണ്. ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു h എത്ര വരുന്നത്? 50 meter ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 39,200 ജൂൾ കിട്ടി. അടുത്തത്, ദ ഫിഗർ ഷോസ് ദ ബോഡി ഓഫ് മാസ് m പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് h. അപ്പോൾ ഫിഗറിൽ എന്ത് ചെയ്യുന്ന ഒരു
ബോഡി മാസ് എമ്മിനെ h ഹൈറ്റിൽ വെച്ചിരിക്കുന്നു. A, B and C are 3 points on the trajectory of this body. ഇതിലെ 3 പോയിന്റ്സ് ആണ് എയും ബിയും സിയും. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി അറ്റ് എ ഹൈറ്റ് h? h ഹൈറ്റിലുള്ള ബോഡിയുടെ എനർജി ഏതായിരിക്കും? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അതിൽ തന്നെ പ്രൂവ് ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇസ് കൺസർവ്ഡ് അറ്റ് ബി ആൻഡ് സി. ബിയിലും സിയിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ് ചെയ്തു പ്രൂവ് ചെയ്യാൻ. അപ്പൊ എയുടെ വേണ്ട, ബിയുടെയും സിയുടെയും മാത്രം മതി. അപ്പൊ ബിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, യുവിന്റെ വാല്യൂ 0, എസിന്റെ വാല്യൂ x, അപ്പൊ 2gx കിട്ടി. അതിൽ നിന്ന് കൈനറ്റിക് എനർജി കിട്ടു ഹാഫ് എം ബി സ്ക്വയർ. ബി സ്ക്വയറിന് പകരം 2gx കൊടുത്തു, 2 കട്ട് ചെയ്തു, അപ്പൊ mgx കിട്ടി. ഈ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mg ഇൻറ്റു ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. ബിയിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് h മൈനസ് x ആണ്. അപ്പൊ mgh മൈനസ് mgx. ടോട്ടൽ എനർജി കണ്ടു, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി is equal to mgx plus mgh minus mgx plus mgx ക്യാൻസൽ ചെയ്യും, പിന്നെ വരുന്നത് mgh. നെറ്റ് സിയിൽ നമ്മൾ കാണുന്നു വീണ്ടും വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, യുവിന്റെ വാല്യൂ 0, എസിന്റെ വാല്യൂ h ആണ് ഇവിടെ, അപ്പൊ 2gh കിട്ടി. കൈനറ്റിക് എനർജിക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് എം ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2gh ഇസ് ഈക്വൽ ടു mgh. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആവും, കാരണം എച്ചിന്റെ വാല്യൂ 0 ആയതുകൊണ്ട്. therefore ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു kinetic energy plus potential energy is equal to mgh plus 0 is equal to mgh. അപ്പോൾ ബിയിലും സിയിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh ആണ്, സെയിം ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്തത്, a body of mass 5 kg is thrown vertically up with kinetic energy of 490 joule. അപ്പോൾ ഒരു ബോഡീനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മുകളിലേക്ക് എറിയാണ്, അതിന്റെ കൈനറ്റിക് എനർജി 490 ജൂൾ ആണ്, അതിന്റെ മാസ് 5 കിലോഗ്രാം ആണ്. Find the height at which kinetic energy of the body becomes half of the original value. അപ്പോൾ kinetic energy 490 ആണ്, അതിന്റെ പകുതി ആവുന്നത് ഏത് ഹൈറ്റിലാണ്? അപ്പൊ ആ പകുതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, kinetic energy പൊട്ടൻഷ്യൽ എനർജി ഇക്വേറ്റ് ചെയ്യാം. kinetic energy is equal to potential energy is equal to mgh. അപ്പൊ ഈ h is equal to kinetic energy by mg എന്ന് കൊടുക്കാം. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കൈനറ്റിക് എനർജിയുടെ ഹാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് 490യുടെ ഹാഫ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 245 ഇൻറ്റു എമ്മിന്റെ വാല്യൂ തന്നിട്ട് എത്രയാണ് 5 കിലോഗ്രാം, ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പൊ കിട്ടുന്നത് നമുക്ക് എത്രയാണ് 4.9 മീറ്റർ ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി എന്തായി മാറുന്നത്, പകുതിയായിട്ട് മാറുന്നത്. അടുത്തത്, the scalar product of force and displacement gives work. Force and displacement in the scalar product ആണ് work. It can be negative, 0 or positive. അത് നെഗറ്റീവ് ആവാം, 0 ആവാം, പോസിറ്റീവ് ആവാം. The work done in sliding a load is dash with respect to frictional force. അപ്പോൾ ഒരു ബോഡിനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട് അത് ചെയ്യപ്പെടുന്ന വർക്ക് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആകുമ്പോൾ വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് എന്താണ്, വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അടുത്തത്, several such as billiards, marbles and or caroms involve collisions. അതിൽ ബില്ലിയാർഡ്സ്, മാർബിൾസ്, കാരംസ് ഒക്കെ collisions ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. when two objects collide, after collision they could move together. The collision is, രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവ ഒന്നിച്ചിട്ടാണ് പിന്നെ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൊളീഷൻ ഏത് തരത്തിലായിരിക്കും? ഇലാസ്റ്റിക്, കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇവിടെ ആൻസർ ഇതാണ്, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. Show that in a perfectly elastic collision in one dimension, relative velocity after collision is equal to relative velocity before collision. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ഇതാണ് വരുന്നത്. m1 moves with velocity u1, m2 moves with velocity u2. After collision m1 moves with velocity v1 and m2 moves with velocity v2. അതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മൊമെന്റം കൺസർവേഷൻ ആദ്യം എഴുതുന്നു. m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2. അതിന്ന് m1ഉം m2ഉം കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് m1 into u1 minus v1 is equal to m2 into v2 minus u2 കിട്ടി. ഇനി നമ്മൾ കൈനറ്റിക് എനർജി കൺസർവേഷൻ എഴുതുന്നു. ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. എല്ലാറ്റിനും ഹാഫ് കട്ട് ചെയ്യാം. പിന്നെ m1 m2 ഇതേപോലെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് m1 into u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 into v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇനി 2 ഡിവൈഡഡ് ബൈ 1 എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഈ രീതിയിൽ കിട്ടുന്നുണ്ട്.
ഇതിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ m1 കട്ട് ചെയ്ത് പോകും, m2 കട്ട് ചെയ്ത് പോകും. ഈ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എഴുതും. ഇവിടെ അതേപോലെ തന്നെ v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് എഴുതും. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറും. ഇവിടെ u1 മൈനസ് v1 u1 മൈനസ് v1 കട്ട് ചെയ്യും, v2 മൈനസ് u2 v2 മൈനസ് u2 കട്ട് ചെയ്യും. ബാക്കിയുള്ളത് ഏതാണ്? u1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു v2 പ്ലസ് u2. ഇനി u1 u2 ഒരു സൈഡിലേക്ക് മാറ്റും, v1 v2 ഒരു സൈഡിലേക്ക് മാറ്റും. u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 മൈനസ് v1. അപ്പൊ നമ്മളുടെ റിസൾട്ട് ആയി ഏതാണ്? വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ.